ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ മുട്ട റോസ്റ്റാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ രാവിലെ കിട്ടുന്ന ഒരു സൂപ്പർ ഐറ്റമാണ് അപ്പവും മുട്ട റോസ്റ്റും പൊറോട്ടയും മുട്ട റോസ്റ്റും. ആ രീതിയിലുള്ള ഒരു മുട്ട റോസ്റ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 7 മുട്ട, 8 സവാള, 1 കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 3-4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഗരം മസാല ഐറ്റംസ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഓയിലും ഉപ്പും, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും. ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ച ശേഷം സവാള വളരെ നൈസായി അരിഞ്ഞ് ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇട്ട് അരമണിക്കൂർ വെക്കുക. ശേഷം എടുത്തു വച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇവ അരിഞ്ഞ് തയ്യാറാക്കുക. പുഴുങ്ങിയ മുട്ട തോട് പൊളിച്ചു വെച്ച ശേഷം ഒരു ചെറിയ തവ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് ഗരം മസാല കൂട്ടിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് ഒരുവിധം നന്നായി ചൂടാക്കി പൊടിച്ചെടുക്കുവാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു വലിയ തവ വെച്ച ശേഷം അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുട്ടയുടെ പുറത്തെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് കോരിയെടുത്ത് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. മുട്ട കോരിയ ശേഷം തവയിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1 സ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇളക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ചുവന്ന മുളകും ചേർത്ത് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത് ഇളക്കുക. ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നിടം വരെ അത് മൂപ്പിച്ചെടുക്കുക. അരിഞ്ഞ് വെള്ളത്തിലിട്ടിരിക്കുന്ന സവാള വെള്ളം ഊറ്റിക്കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. 1 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക. ഒരു 5 മിനിറ്റ് നല്ല തീയിൽ സവാള വേവാൻ വേണ്ടി അടച്ചു വെക്കുക. സവാള ഒരുവിധം നന്നായി കളർ മാറി വന്ന് ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, 2.5 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് തീ കുറച്ചിടുക. അടിയിൽ പിടിക്കാത്ത പരുവത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള നല്ല ഡ്രൈ ആയി അടിയിൽ പിടിക്കുമെന്ന് തോന്നുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ബാലൻസ് ഇരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഇളക്കുക. തക്കാളി ചേർത്ത ശേഷം തീ ഇത്തിരി കൂട്ടി കൊടുക്കുക. തക്കാളി ഒരു നന്നായി മിക്സ് ചെയ്ത് നല്ലതായി ഇളക്കി കൊടുക്കുക. തക്കാളി വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത ഗരം മസാല പൊടിച്ച് ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്രേവി ലൂസായിട്ടാണ്. ഇനിയും തീ കുറച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നന്നായി വേകുവാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി
ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി, ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/2 സ്പൂൺ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്തേക്കുക. അതിന് മുകളിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മുകളിലേക്ക് ഈ ഗ്രേവി തൂക്കി കൊടുക്കുക. നല്ലതായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് മല്ലിയില മുകളിൽ നല്ല ഡെക്കർ ചെയ്ത് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് മുട്ട റോസ്റ്റ് തയ്യാറാക്കി നോക്കും. തീർച്ചയായും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.